22, 23, 24, 25, 26, 27, 28, 29, 30, 31. ഒരു 10 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ഇതിപ്പോ ആരോട് പറയും? സ്വന്തം തന്തയുടെ കുരിപ്പുകേട്. 5 പൈസയുടെ വിവരമില്ലാണ്ടായി പോയി. പിന്നെ എന്താ പറയാ? അമ്മ പ്രസവിച്ച ആ ഡേറ്റിന് തന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിരുന്നെങ്കിലും ഈ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ബുദ്ധിയുള്ള ആളുകളൊക്കെ ചെയ്യുക 1 വർഷം കുറച്ചാണ് കാണിക്കുക. പൊന്നച്ചാ, നിങ്ങൾ മരിച്ചു പോയോടത്തിൽ പറയല്ല, വല്ലാത്ത ദ്രോഹം എന്നോട് ചെയ്തത്. ഒരു തന്താരും മക്കളോട് ഇതുപോലെ ദ്രോഹം ചെയ്യാൻ പാടില്ല. വലിയ കഷ്ടായി പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബ്ലൂടൂത്തിലായിരുന്നോ? എന്ത്? ആരോടെ വർത്താനം പറഞ്ഞോണ്ടിരുന്നേ? അത് ഞാൻ അച്ഛന്റെ അടുത്ത്. അച്ഛന്റെ അടുത്താ? ഓ, അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ ചെയ്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാ മരിച്ചാലും പറഞ്ഞാൽ തീരില്ല. എന്താന്നേ? അതായത് ഈ സർവീസ് റൂളിനകത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1-ാം തീയതി ആണെങ്കിൽ തൊട്ട് മുന്നത്തെ മാസം 31-ന് റിട്ടയർ ചെയ്യണം. അത് 2 അടുത്ത മാസം 31-ന് റിട്ടയർ ചെയ്താൽ മതി. അതുകൊണ്ട് അങ്ങനെയാ? അതുകൊണ്ട് 30 ഒരു മാസം കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പേട്ടൻ പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ കാര്യങ്ങൾ ഓർത്തതാണ്. എന്റെ പൊന്ന് സത്യേട്ടാ, ഇത്രയും വർഷം സർവീസ് കിട്ടിയില്ലേ? അത് പോരെ? അത് മതി. പക്ഷെ വേറൊരു വിഷയം ഉണ്ടെന്നേ. നീ ഇങ്ങോട്ടിരിക്കി. എന്ത് സത്യേട്ടാ? ആ കോൺട്രാക്ടർമാരായിട്ടുള്ള കോയം പ്യാരിജാനുണ്ടല്ലോ, അവരുടെ ഹ്യൂജ് എമൗണ്ടിന്റെ പ്രൊജക്ട് ഉണ്ട്. അപ്പൊ നല്ല എമൗണ്ട് കമ്മീഷനായിട്ട് വരേണ്ടതാ. അതിപ്പോ ഈ ദിവസത്തിന്റെ ഉള്ളിൽ തീർക്കണം. തീരില്ല. ആ കോയനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണില്ല. പ്യാരിജാതനെ 4-5 പ്രാവശ്യമായിട്ട് വിളിച്ചു, അയാൾ ഫോൺ കൊടുക്കണില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഇല്ല, വർക്ക് 2 കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിന്റെ ബില്ലൊന്നും നോക്കിയാൽ നമ്മുടെ ക്ഷീണം മാറും. ഇല്ല, അതെ, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബെന്നി സാറില്ലേ അരൂരുള്ള, പുള്ളിയുടെ ആ ചീനവല റിസോർട്ട് ഞാൻ എടുത്തേ. ഒരു ചെറിയ വിലക്ക് അത് കിട്ടി. ഇപ്പൊ അവിടെയാണ് സാറേ ഫോൺ അടിക്കുന്നത്. കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്. അപ്പൊ ഒരാഴ്ച കൊണ്ട് അത് തീരും. പണിക്കാരെ കിട്ടാനില്ലാന്നേ സാറേ. ഫോൺ അടിക്കും. ഉണ്ണിയുണ്ട് സഹായത്തിന്. ഒരാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എന്ത് തോന്നിവാസം കാണിക്കാല്ല. നല്ല സൗകര്യമല്ലേ? ഫോൺ അടിക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. എടാ, അത് എടുക്കണ്ട. അത് മോഹൻലാലാണ്. ശരി. മോഹൻലാലാണെന്ന്. മോഹൻലാലാ? പുള്ളിക്ക് ഇത്തിരി സമയം കിട്ടി അപ്പൊ എന്നെ വിളിക്കണം. നമ്മുടെ ഈ തിരക്ക് അയാൾക്ക് മനസ്സിലാകണ്ടേ? അതവിടെ ഇരിക്കട്ടെ. ഞാനേ എടാ കുട്ടേട്ടാ, ഒരു 3-4 ഇളനീര് വെട്ടി വെച്ചേരണ്ടാ. നല്ലത് നോക്കിയിട്ട് നമ്മുടെ ഗസ്റ്റ് വരും. ആ വണ്ടികൾ പോരട്ടെ. തട്ടിക്കോ. ലാലേട്ടാ, അറബിക്കടയിൽ സിംഗം, മരക്കാറ് എല്ലാം ഈ 2 പ്രാവശ്യം കണ്ടി ലാലേട്ടാ. ഭയങ്കര ഇഷ്ടം. സത്യ സാറാ? സത്യ സാറേ, ഞാൻ വിളിക്കാം. എന്താ? സത്യ സാറാണ്. സത്യ സാറാണ് സാറേ. സത്യ സാറാ വിളിച്ചു. ലാലേട്ടനെ വിളിച്ചു. ഹലോ. സത്യം സാറേ, ഞാനേ അപ്പുറത്ത് ഇത്തിരി വർക്കിലായിരുന്നു. ഫോൺ ഇവിടെ ടേബിളിലിരുന്ന് അടിച്ചു കണ്ടില്ല. ഇനി എത്ര ദിവസമുണ്ട്? 32 അല്ലേ? അല്ലല്ല, 32 അല്ല, 41 ദിവസമുണ്ട്. 41? ശരി. ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ സാറേ. വലിയ പ്രയാസമുണ്ട്. സാറിനെ പോലത്തെ ഒരാൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിഞ്ഞു പോണതിനെ കുറിച്ച് ഓർത്തിട്ടെ. അത് ഈ PWDക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിന് തന്നെ ഒരു നഷ്ടവും. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് പ്യാരി. എന്താ ചെയ്യാ, റിട്ടയർ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സാറിനെ പോലെ ഒരു കൃത്യനിഷ്ഠയും ഉത്തരവാദിത്വവും സത്യസന്ധതയൊക്കെ ഉള്ള ഒരാളല്ലേ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോണത്. അല്ല, എന്തായി നമ്മുടെ വർക്കിന്റെ കാര്യം?
അല്ല ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്ത് പോരുന്നതിന് മുന്നേ നമുക്കത് ഫിനിഷ് ചെയ്ത് ബില്ല് മാറി എടുക്കണ്ടേ? ഞാൻ ഈ വർക്ക് ഒരാഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്ത് സാറിന് ബില്ലാക്കി സാറിനുള്ള തന്നിട്ടേ ഞാൻ പോരുള്ളൂ. ആ പിന്നെ ഉറപ്പല്ലേ, ഞാൻ വിളിക്കാം കേട്ടാ. കള്ള നാറി, 1 മാസവും കൂടി ഉള്ളു, ബാക്കിയുള്ളതും കൂടി മേടിച്ച് തിന്നാൻ വേണ്ടിട്ട് വിളിക്കാണ്. ഇത്രയും നാൾ എന്തായിരുന്നു ഗമ, എന്തെങ്കിലും ഒരു ബില്ലായിട്ട് ചെന്നാല് ഇത് ഞാൻ തീറ്റിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. നീയേ ആ കുട്ടിയേട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സിഗരറ്റ് വേണോ? സിഗരറ്റ് വിളിച്ചു. എന്നെ ക്യാൻസർ വരുത്തി കൊല്ലാൻ നീ. മൊയ്തു, അല്ല ഞാൻ 5 മണി ക്ലബിലേക്ക് എത്താം. അത് പറഞ്ഞ വാക്കല്ലേ. ശരിതാ. നിങ്ങൾക്ക് എന്തുദ്യോഗസ്ഥരാടോ? ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അല്ലേ? താൻ എവിടെ പോയി കിടക്കായിരുന്നു? സാറെന്ത് വിളിച്ചോ പറയും. മൊയ്തു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഒരല്പം ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ബഹുമാനമൊക്കെ ഇപ്പോഴും ഉണ്ട് സാറേ. സാറ് വിളിച്ച കാര്യം പറയും. ഞാൻ അടുത്ത് തന്നെ റിട്ടയർ ചെയ്യാൻ പോവാണെന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ടാവും. അത് തോന്നലല്ലോ സാറേ, നടക്കാൻ പോണ കാര്യമല്ലേ. അതുകൊണ്ട് ബഹുമാനക്കുറവൊന്നുമില്ല. സാറ് വിളിച്ച കാര്യം പറയും. സാറേ, മൊയ്തു സാറേ, സാറിന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മന്ത്രിയുടെ ബന്ധുവായിട്ടുള്ള ഒരാള്. നമ്മുടെ FSന്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുമേഷ് ഏട്ടൻ, നമ്മളെ മണ്ഡല സെക്രട്ടറി. അതെന്തായി എന്നുള്ളത് അത് ഞാൻ വിളിക്കാം. സുമേഷ് ഏട്ടൻ ഞാൻ വിളിക്കാം. അത് അങ്ങൊന്ന് വിളിച്ച് അറിഞ്ഞു കഴിഞ്ഞ വലിയ ഉപകാരമായി. ഹലോ സുമേഷ് ഏട്ടാ, മൊയ്തുവാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്ത് വിശേഷം മൊയ്തു? എന്റെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാ. മന്ത്രിയുടെ ഓഫീസിലോ? ആണോ? ഒരു മന്ത്രിയുടെ ഓഫീസിലാണല്ലോ ഇപ്പോ. 25,000 രൂപയുടെ ലോണിന് എന്തിനാണ്ടാ ഈ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ പോണത്? അതല്ല, എന്റെ ഓഫീസിലെ സത്യശീലൻ സാറില്ലേ, ഏയ് ആ മൂപ്പര് തീരാൻ പോവാണല്ലോ. അല്ല, പിരിയാൻ പോവാണ് ഈ മാസേ. അപ്പൊ അതിനു മുമ്പ് നമ്മളാ FS ഒന്ന് ശരിയാക്കണം, ആ ഫിനാൻഷ്യൽ സാങ്ഷനെ. അത് നീ തന്നെ അങ്ങോട്ട് ശരിയാക്കിയ കാര്യങ്ങളൊക്കെ നടത്തടാ. എനിക്കിതെന്തെങ്കിലും അറിയാവണോ മോനെ? പാർട്ടി ഫണ്ടിലേക്കോ? ഞാൻ പറയാം. പാർട്ടി ഫണ്ടിലേക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കണം എന്ന് പറയട്ടെ അല്ലേ? അത് തരും സുമേഷേട്ടാ. അതെന്താന്ന് വെച്ചാൽ മൂപ്പര് തരും. നമ്പർ ഇപ്പൊ പറഞ്ഞ നമ്പർ എഴുതിയെത്തോളേ. 1646. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ്, റോഡ് ആൻഡ് ബ്രിഡ്ജ്, കരമാട്ടുകര. എനിക്കൊന്നും മനസ്സിലായില്ലാട്ടാ. ശരി എന്നാല് വെച്ചോളി. അപ്പൊ സാറേ, സാറ് പിരീഡിന് മുമ്പ് FS ഓക്കെ. സമാധാനായി എനിക്ക്. പിന്നെ ആ പാർട്ടി ഫണ്ടിന്റെ കാര്യം മറക്കണ്ട, കൊടുക്കാലോ. ഇപ്പൊ നമുക്ക് ആ FS കിട്ടിക്കഴിഞ്ഞാ പിറ്റേ ദിവസം തന്നെ ടെൻഡർ വിളിച്ച് ഒരു 10-35 ദിവസത്തിന്റെ ഉള്ളിൽ പണി അങ്ങ് തീർത്ത് ആ ബില്ലങ്ങ് മാറിക്കഴിഞ്ഞാലുണ്ടല്ലോ, സാറിന് കമ്മീഷൻ കിട്ടും. അതിന് മാത്രമൊന്നും കാണില്ല. അതൊക്കെ നമുക്കറിയാലോ. അവര് ആ പൈസകൾ തന്നു കഴിഞ്ഞാൽ പിന്നെ സുമേഷ് ഏട്ടൻ ചോദിക്കുന്ന പൈസ നമുക്ക് കൊടുക്കാം, ഒരു വിഷയമില്ല. അല്ലെ, കൊടുക്കാന്ന് പറഞ്ഞത് സാറ് ആർക്കെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? ഇതിപ്പോ അതുപോലെയല്ലല്ലോ. ഇതിപ്പോ അവസാനത്തെ അല്ലേ. തന്നെ അങ്ങോട്ട് വിളിച്ചോ? ആരെങ്കിലും വിളിച്ചോ? ഞാൻ വിളിച്ചോ? എന്നങ്ങ് പോ. സാറേ, നമ്മളെ ഗംഗാരം കോൺട്രാക്ടർ മോനാ. അങ്ങേര് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇവൻ ശരിയില്ല. ഇവൻ ഒരു എല്ല് കൂടുതലുണ്ട്. വരൂ. എന്താണ് സാറേ? ടോട്ടൽ സ്റ്റേഷൻ സർവേയുടെ വർക്ക് കഴിഞ്ഞിട്ട് 1.5 വർഷമായി സാറേ. ഇതുവരെ ബില്ല് മാറി കിട്ടിയിട്ടില്ല. ബില്ല് മാറിയില്ല ഇതുവരെ? സാർ, അതൊരു 25,000 രൂപയുടെ കേസുണ്ട് സാർ. 25,000 രൂപയുടെ? സാർ, ആ ഫയൽ ഇവിടെ ഉണ്ട്, സാർ ഒപ്പിട്ടാൽ മതി. അത് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കണത്. സാറേ, മഞ്ഞ ഫയൽ സാറേ. ടെൻഡർ കൊടുത്തത് എസ്റ്റിമേറ്റ് പ്രകാരമാണോ അതോ ബിലോ ആണോ? ഇല്ല, എസ്റ്റിമേറ്റ് പ്രകാരമാണ് സാറേ. എന്നോട് നുണ പറയാൻ നിൽക്കരുത് കേട്ടോ. സാറേ, എസ്റ്റിമേറ്റ് പ്രകാരമാണോ? ആണോ?
ഇതിപ്പോ ഈ എസ്റ്റിമേറ്റ് വാല്യൂ ആ 10% കുറച്ചാണ് കൊടുത്തിരുന്നതെങ്കിൽ 2500 രൂപയുടെ കുറവുണ്ടാവും. അതെ. ആ പൈസ ഇവിടെ തരണം. അതിനെന്താ സാറേ തരാല്ല. അത് തരണേ. എന്നാലും ഇപ്പൊ അത് വേഗം ഒപ്പിട്ടിട്ട് നമുക്ക് നീക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തരാം സാർ. അതൊക്കെ കളഞ്ഞു. അതൊക്കെ ഇവിടെ തരേണ്ട പൈസ ശരിക്കും. ഇല്ലാന്നൊന്നും നമുക്കും ജീവിക്കണ്ടേ സാറേ. അതെ അതെ. 500 കൂടി വെച്ചോ. 2500 തയ്യാറായിക്കോട്ടെ. അല്ല ഇതെന്താണോ ഇതെന്താണ് എനിക്ക് മനസ്സിലാവണില്ല. 2500 രൂപ എനിക്ക് കൈക്കൂലി തരുവാണ് അല്ലേ? എന്നെ കൈക്കൂലി തന്നിട്ട് പ്രലോഭിപ്പിക്കാനാണ് എന്റെ ഉദ്ദേശം അല്ലേ? അങ്ങോട്ട് മാറിയല്ലോ. മാറിയില്ല. എന്താ നിങ്ങളെന്താ പറഞ്ഞ? കൈക്കൂലി തന്നിട്ട് സ്വാധീനിക്കാൻ വേണ്ടി വരികയാണ്. സാറേ ഒന്ന് അറ്റസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ലൈസൻസ് അറ്റസ്റ്റ് ചെയ്യാനിട്ട്. ഇതാരാണ് ഇവരൊക്കെ ഇങ്ങോട്ട് കടത്തി വിടുന്നത്? അല്ല ഫ്രണ്ട് ഓഫീസ് ചോദിച്ചപ്പോ സാർ ഇപ്പൊ ഫ്രീ ആണ്. ഞാൻ ഫ്രീ അല്ല, ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല അവര് കേറിക്കോളാം പറഞ്ഞാൽ അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. എന്നെ വിളിച്ച് ചോദിക്കണം. കുറച്ച് അത്യാവശ്യം ഉണ്ട്. അറിയാം, പുറത്തുനിന്ന് നിന്നോളൂ. സാറേ മോനെ ഇവിടെ ഉച്ചയുടെ ഗ്യാപ്പിൽ വാ. ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഈ പരിപാടി നടക്കില്ലെന്ന്. അല്ല ഞാൻ ഉച്ച ഗ്യാപ്പിൽ വരും കേട്ടോ. സാറൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പുറത്ത് പോ. ശരി. എടോ തന്നോടല്ലടോ. എന്റെ ദൈവമേ, അത് കുറച്ച് മരങ്ങോറ. തനിക്കെന്താ ബോധമില്ലേ? തന്നോട് ഞാൻ പോവാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പൈസ തെറ്റിയടിച്ചാണ്. ബാഗ് എടുത്ത് മറ്റേ പെട്ടി ഇതൊക്കെ എടുത്ത് പോണതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ഛൻ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് വെറുതെ 2 3 4 5 5 വിട്ടോ. സാറേ ഒന്ന് സൈൻ ചെയ്യ് സാറേ. സൈൻ ചെയ്യാൻ അപ്പൊ ചെയ്യാണ്. നീ നോക്കിക്കോ. ഇതാ തന്റെ ബില്ല്. 25,000. സന്തോഷായില്ലേ? ഒപ്പിട് സാറേ. ഒപ്പിട്ടോളൂ. 1.5 വർഷമേ. ശരി സാറേ. അച്ഛനോട് അന്വേഷണം പറയണം. ആയിക്കോട്ടെ. ശരിക്കൊന്ന് പേടിച്ചല്ലേ? ശരിക്കൊന്ന് പേടിച്ചു. പിന്നെ പേടിക്കില്ലേ? ഞാൻ വിജിലൻസുകാരാന്ന് വിചാരിച്ചു. അല്ല ഓരോ നിപ്പും ഗെറ്റപ്പൊക്കെ കണ്ടപ്പോ എനിക്കും തോന്നിപ്പോയി. ടെസ്റ്റ് ചെയ്യാൻ നിൽക്കണം. അപ്പൊ ശരി വിട്ടോ. ഓക്കെ സാർ. ആ 29 30 31. ഓ എന്റെ കുരുത്തം കേട്ട അച്ഛാ. നിങ്ങൾ ചെറിയ ദ്രോഹമൊന്നുമല്ല എന്നോട് ചെയ്തത്. 1 2 3 ഇനി ആകെ 3 ദിവസം കൂടിയുള്ളൂ റിട്ടയർമെന്റിന്. 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഫ്രീ ആയി. എന്താ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഇന്നലെ രാത്രി ഒന്നും. ടെൻഷനാണ്. എന്തിന്? എന്താ റിട്ടയർമെന്റ് ആയില്ലേ, ഇനി ബാക്കി എന്ത് ചെയ്യും? ഏട്ടാ ഇത്ര നാളും ജോലി എടുത്തിട്ട് ഇനി റെസ്റ്റ് എടുക്കാൻ കിട്ടണ സമയല്ലേ? 31 വർഷത്തെ സർവീസ് കിട്ടിയില്ലേ? അതുപോരെ. ഇനിയിപ്പോ എത്ര കാലം ഉണ്ടാവുമെന്നാവും. ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് ഞാൻ. അത് പറഞ്ഞപ്പോഴാണ് ആ ബൈപ്പാസിന്റെ പണി കഴിഞ്ഞില്ലേ? അതിന് 20 ലക്ഷം രൂപ ഏട്ടന് കിട്ടൂന്ന് പറഞ്ഞല്ലേ? ബൈപ്പാസ് കഴിഞ്ഞ ആളുടെ അടുത്താണ് നീ ബൈപ്പാസിന്റെ കാര്യം പറയണത്. അല്ല കിട്ടണ പൈസ കളയാൻ. ചായ വേണ്ടേ? എടുക്കട്ടെ? ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയനും അലാക്ക് എന്താ സ്നേഹസമ്പന്നനും നമ്മുടെ ഈ ദജ്ജാലിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ഇന്ന് അല്ല പറയണം, ഇപ്പൊ ഇന്നത്തേത് പറയണം. 10 പൈസക്ക് ഉപകാരമുണ്ട് ഈ ദജ്ജാലിനെ കൊണ്ട്. അല്ല ഞാൻ പറയണേ, ഞാന് എന്റെ മോനെ ആ കനാലിന്റെ ആ കായ്ക്ക് വേണ്ടിട്ട് നാട്ടുകാരിൽ നിന്നൊക്കെ കായ് പിരിച്ചിട്ടാ ഞാൻ അതിന്റെ പണി തീർത്തേ. ഓന്റെ ഒറ്റ ഒപ്പുണ്ട് കായ് കിട്ടണ്ട തരണ്ടേ. എന്ത് ചെയ്യും? ആ ജാതി ഹംക്കാണായിരിക്കണ ആളെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ പറയണത്. ആദരണീയനെ ബനെ ക്യാരി വന്നിണ്ടല്ലോ. പുതിയ കാറൊക്കെ മേടിച്ചോണ്ടോ? ഇപ്പൊ മാസത്തില് കാറ് മാറ്റി മേടിക്കല്ലോ. ഞാൻ വൈകില്ലല്ലോ കോയക്കാ. വൈകിട്ടൊന്നുമില്ല. തുടങ്ങിയ ഇല്ലില്ല. അല്ല ഞാൻ പറയണേ,
അല്ല നല്ല മുതലിനാണല്ലോ ഇപ്പൊ നമ്മള് സ്വീകരണം കൊടുക്കണേ. ഒന്നും പറയണ്ട, ഇതുപോലത്തെ ഒരു ചീമ പന്നി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടാവുക. ടെൻഷനിലാണ്. ഇപ്പൊ പറഞ്ഞിട്ടില്ല സ്വീകരണമൊന്ന്. സെന്റ് ഓഫ് ആണെന്ന് പുള്ളി മറന്നുപോയി. അല്ല സെന്റ് ഓഫ് അതൊക്കെ ഈ കുന്ത്രാണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ജാതി ആൾക്കാരെ കുറിച്ച് ഇനിയിപ്പോ എന്ത് ആദരണീയനും ആദരണീയനും ബഹുമാന്യനുമായ കള്ളപ്പന്നി പറയിച്ചു നോക്കിക്കോ. ഓനെ കുറിച്ച് അത് പറഞ്ഞില്ലെങ്കിൽ പടച്ചോൻ ശിക്ഷിക്കും. പിള്ളേരുടെ ബില്ലും കൂടി കിട്ടൂലേ. പ്രിയമുള്ള സഹപ്രവർത്തകരെ, വേദനാജനകമായൊരു നിമിഷത്തിലാണ് നമ്മൾ കടന്നു പോണത്. അതായത് സത്യശീലൻ സാറ് ഇന്ന് വിടവാങ്ങുകയാണ്, വിരമിക്കുകയാണ്, ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. സാറെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം സാറിന്റെ സ്വഭാവവും നമ്മളോടൊക്കെ പെരുമാറുന്ന രീതിയും ഒക്കെ കുറെ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ആസ്വദിക്കുകയാണ്. ശരിക്കും എന്നിൽ അർപ്പിച്ച കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കുറെ കോൺട്രാക്ടർമാർ വന്നിട്ടുണ്ട്. കുറെ നാളുകളായിട്ട് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിലുപരി ഇന്ന് സാറിന്റെ സഹധർമ്മിണി ഇവിടെ വന്നിട്ടുണ്ട്, മണ്ടോതിരി മാഡം. മാഡം ആദ്യമായിട്ടാണ് നമ്മുടെ ഓഫീസിൽ വരുന്നത്. നമ്മളെ ക്ഷണം സ്വീകരിച്ചു വന്നാണ്. മാഡത്തിന് പ്രത്യേകം സ്വാഗതം. ഒന്ന് കൈയടിക്കാം മാഡത്തിന് വേണ്ടി. ചടങ്ങിന് അധ്യക്ഷത വഹിക്കാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഗതൻ സാറെ ക്ഷണിക്കുകയാണ്. സർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സത്യശീലൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ അയാൾ എത്ര വൃത്തികെട്ടവനായിക്കോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് നല്ലത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഒരാള് മരിച്ചില്ലല്ലോ, ആരെങ്കിലും കൊന്നോളൂ. പക്ഷെ സത്യശീലനെ കുറിച്ച് പറയുമ്പോൾ സത്യസന്ധനും നീതിമാനും കർമ്മോത്സുകനുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഉയർന്ന മെറ്റീരിയൽസ് കൊണ്ട് ടെൻഡർ മെഷർമെന്റിൽ സ്വല്പം പോലും മാറ്റം വരുത്താതെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അടുത്ത വർഷം വിരമിക്കുന്ന രാഘവൻ സാർ, അദ്ദേഹവും സത്യശീലുമായിട്ടുള്ള ബന്ധം നമുക്കൊക്കെ അറിയാവുന്നതാണ്. യാത്രയപ്പിന്റെ ഭാഗമായി അദ്ദേഹം ഒരു ഗായകനാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ അവസരത്തിന് അനുയോജ്യമായ ഒരു 4 വരി പാടാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കണം. നമ്മൾ ഈ വിഷമങ്ങളിൽ നിന്നും വേണ്ടിയിട്ടാണ്. എഴുതി കൊണ്ടുവന്നല്ലേ ബൈക്കാട്ട് കൂലപ്പെടുത്തി. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്ന്? ഇനിയൊരു വിശ്രമം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്ന്? ഇനിയൊരു വിശ്രമമെവിടെ ചെന്ന്? മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ, മനുഷ്യബന്ധങ്ങൾ. നാമത് ഈ വിഷമം പിടിച്ച സമയത്ത് എല്ലാവരും ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് 4 വരി പാടാം. ഞാൻ പറഞ്ഞ സങ്കടപ്പാട്ട് പാടും. എന്തായാലും നന്നായി അത്.